സാധാരണ ടൈം ലൂപ്പ് സിനിമകളിൽ ഭയങ്കര ഡെപ്തായിട്ടോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഭയങ്കര അപാരമായ ട്വിസ്റ്റുകളൊന്നും ഉള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കൂടുതലും ഈ ഒരു എന്താ പറയുക, ഒരു ഹീറോ എങ്ങനെയാണ് ആ ഒരു ടൈം ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നതെന്നോ എന്നാൽ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കും നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ സിനിമകളല്ല ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ ഒരു ടൈം ലൂപ്പ് സിനിമയല്ല ഇത് ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസും അല്ലെങ്കിൽ ലൂപ്പിന് കാരണക്കാരനായിട്ടുള്ള ആൾ അതിനകത്ത് ലൂപ്പിൽ നിന്ന് വരാൻ പെടുന്ന ചില ട്വിസ്റ്റ് ആൻഡ് ടേണുകളും ഒക്കെയാണ്. സോ 2 സിനിമകളാണ് ഈ ആഴ്ച ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നിൻ്റെ പേര് ആർക്ക് എന്നാണ്. 2016 വന്നിട്ടുള്ള സിനിമയാണ്. അത് ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിഷനാണ്. ആ മിഷൻ ഒരു ഇൻവെൻഷനാണ് ഒരാളുടെ. അതുകൊണ്ടാണ് ഈ ലൂപ്പുകളും സംഭവിക്കുന്നത് തന്നെ. ഒരു ട്വിസ്റ്റൊന്നുമല്ല, അത് ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ സിനിമ തുടങ്ങുന്നത് തന്നെ റെൻറ്റൻ ആൻഡ് ഹെന ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണ്. അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഈ റെൻറ്റൻ രാവിലെ എണീറ്റ് അയാളുടെ ഡിജിറ്റൽ ക്ലോക്കിന് നോക്കുമ്പം സമയം ഒരു 6 സംതിങ് കാണിക്കുന്നുണ്ട് രാവിലെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് കാണിക്കുന്നത് 2 പേര് കതക് അടിച്ചു പൊളിച്ച് ഉള്ളിൽ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇടയിലുള്ള ഈ മൽപ്പിടുത്തത്തിൽ റെൻറ്റന് പറ്റുന്ന ചില അപകടങ്ങൾ അയാൾ മരിച്ചു പോകുന്നു. പിന്നെയും റിപ്പീറ്റ്. അതാണല്ലോ ഒരു നോർമൽ ഒരു ടൈം ലൂപ്പ് സിനിമകളുടെ ഒരു പാറ്റേൺ. അതൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ ലൂപ്പുകൾ ഒരിക്കലും റിപ്പീറ്റേഷൻ ആവുമെങ്കിലും ഒരിക്കലും വീണ്ടും കാണിക്കുന്നില്ല. ടൈം ലൂപ്പ് സിനിമകളിൽ അങ്ങനെയാണല്ലോ. ഒരു ലൂപ്പ് കാണിക്കുന്നു, ആ ലൂപ്പ് എങ്ങനെയോ ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ ഹീറോ മരിക്കുന്നു, വീണ്ടും ആ ലൂപ്പ് പിന്നെയും തുടങ്ങുകയാണ്. അയാൾ പിന്നെ ഇത് കാണുന്നു, അങ്ങനെ പിന്നെ അയാൾ അങ്ങനെയാണല്ലോ പോവുക. പക്ഷേ സിനിമ അങ്ങനെയല്ല. ഓരോ ലൂപ്പിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. സിനിമ ഒരു 1-1.5 മണിക്കൂർ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു ഫാസ്റ്റ് ടൈറ്റ് സ്ക്രീൻ പ്ലേയിൽ പോകുന്ന സിനിമയാണ്. ഒരു വീട്ടിനുള്ളിൽ നടക്കുന്നതാണ്. ഹോം ഇൻവേഷൻ ത്രില്ലേഴ്സ് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയുമെങ്കിൽ ഇത് ഏകദേശം അതുപോലെ തന്നെ. പക്ഷേ അതിലൊരു ടൈം ലൂപ്പൊക്കെ വെച്ച് നമ്മൾ എൻഗേജ് ആയി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഞാൻ വിചാരിച്ചത് ഇത് ഒരു കൊറോണ സമയത്തിട്ട് എടുത്ത സിനിമയായിരിക്കും എന്നാണ്. പക്ഷേ ഇത് 2016 വന്നിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു എന്താ പറയുക, ഔട്ട് ആൻഡ് ഓഫ് വാച്ചബിൾ. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല ആർക്ക് എന്നുള്ള സിനിമ. സോ നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണും. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഞാനും ഇങ്ങനെ ഒരു നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ പരതുമ്പോൾ കണ്ടു കിട്ടുന്ന ഇങ്ങനത്തെ ഒരു സിനിമകളാണ്. എനിക്കറിയില്ല ഇതാരെയും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഈ സിനിമ ഒരു അണ്ടർ റേറ്റഡ് സിനിമ തന്നെ വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സിനിമ ടൈം ക്രൈംസ് ആണ്. ഇത് 2007 വന്നിട്ടുള്ള സിനിമയാണ്. ഞാൻ 2019 ഈ ഡാർക്ക് എന്ന് പറഞ്ഞ സീരീസ് ആ സമയത്താണ് തോന്നുന്നു റിലീസ് ചെയ്തത്. അതിന് മുൻപ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ സീസൺ ഞാൻ ഫുള്ള് കണ്ട് തീർക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഇങ്ങനത്തെ സീരീസൊക്കെ എടുത്തത് ആരായിരിക്കാം? കാരണം ഇങ്ങനത്തെയൊക്കെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈം ലൂപ്പൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ എന്താ പറയുക, ആ സീരീസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം. സോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നെനിക്ക് തോന്നി ആ സമയത്ത് ഡാർക്ക് കണ്ടപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ടൈം ക്രൈംസ് കണ്ടത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ടൈം ക്രൈംസ് ഈ ഡാർക്ക് എന്ന് പറഞ്ഞ സീരീസിൻ്റെ അച്ഛനാണെന്നുള്ളത്. കാരണം ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു മെയിൻ സംഭവം ആണ് ആ സിനിമേൻ്റെ ആ സീരീസിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സോ ബാക്ക് ടു ടൈം ക്രൈംസ് 2007 വന്നിട്ടുള്ള സിനിമ. ഇത് കാണിക്കുന്നത് പറഞ്ഞാൽ ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ടുള്ളതാണ്. അയാളുടെ ഭാര്യയും പുതുതായിട്ട് അവർ വാങ്ങിയതോ അല്ലെങ്കിൽ വാടകയ്ക്ക് വന്നതോ അതൊന്നും ആ സിനിമയിൽ പറയുന്നില്ല. എന്തായാലും വാങ്ങിയതായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ആ വീട്ടിലേക്ക് അവർ പുതുതായിട്ട് വരുമ്പം ഹെക്ടർ അവരുടെ വീട്ടിൻ്റെ പിന്നിലുള്ള ഒരു കാട്ടിൽ ഒരു സംഭവം കാണുകയാണ്. അയാളുടെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ അയാൾ കാണുന്നൊരു സംഭവം. അപ്പോൾ അയാൾ ഭാര്യയോട് പറയാതെ ആ കാടിനെ നോക്കി പോവുകയാണ്. ആ കാട്ടിനുള്ളിൽ കയറുമ്പം ഈ ലൂപ്പ് സ്റ്റാർട്ടാവുകയാണ്. പിന്നെ അയാൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി പെടുന്ന പെടാപ്പാടുകളാണ് ആ സിനിമ. ഏതെങ്കിലും ഒരു ടൈം ലൂപ്പിൽ ഏറ്റവും വലിയ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ സിനിമ പറയുന്നത്. അതായത് ആരാണോ ഈ ലൂപ്പ് വരുത്തി വെച്ചത്, കാരണം ഇതിലധികം ക്യാരക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ താൻ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ താനാണ് ലൂപ്പിന് കാരണം എന്നൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് അതും ട്വിസ്റ്റ് ആൻഡ് ടേണോടെയൊക്കെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല.
ഇപ്പം നമ്മളുടെ തമിഴിലാണെങ്കിൽ മാനാട് അല്ലെങ്കിൽ നേട്രിൻട്രനാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈം ലൂപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെയും കുറേ സിനിമകൾ ടൈം ലൂപ്പ് വന്നിട്ടുണ്ട്. ലൂപ്പേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ പ്രീ ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്, പിന്നെ വേറെ പല സിനിമകൾ വന്നിട്ടുണ്ട്. സോ ഈ സിനിമകൾക്ക് ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഹീറോ ആണ് ഇതിൻ്റെ ഈ ലൂപ്പിൻ്റെ മെയിൻ കാരണം. ഹീറോ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. ആ സിനിമ നിങ്ങൾ കാണും, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മിസ്സാവില്ല. ചെറിയൊരു പ്രശ്നമായിരിക്കില്ല, ചെറിയൊരു സംഭവം ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ആയിരിക്കും. കാരണം ക്ലൈമാക്സ് ചിലവർക്ക് മനസ്സിലായില്ല എന്ന് വരാം. പക്ഷെ ആ സിനിമ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇപ്പോൾ സബ് ടൈറ്റിലൊക്കെ വായിച്ച് മെല്ലെ ഒരു എന്താ പറയുക പേഷ്യൻസോടെ കണ്ടാൽ ആ സിനിമേൻ്റെ ക്ലൈമാക്സ് ഈസിയായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ ഈ 2 സിനിമയാണ് ഈ ആഴ്ച.